രാവിലെ അരുവിക്കര വീട്ടിൽ പോയതാണ് കേട്ടോ. അവിടെ കൊച്ചാപ്പാടെ വീട്ടിലൊരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും മാളുക്കുട്ടിയെ കാണാനായിട്ട് പോയി. ഇക്കാടെ വേറൊരു കൊച്ചാപ്പായാണ് ഇത്. അപ്പോൾ കൊച്ചാപ്പായും മാളുക്കുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് മാളുക്കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരവരുടെ വഴിക്കും പോയപ്പോഴത്തേക്കും നമ്മൾ മാളുക്കുട്ടിയെ എടുക്കാനായിട്ട് നമ്മുടെ കൂട്ടിനടുത്തോട്ട് വന്നപ്പോൾ എല്ലാവരും കൂടെ തലയിടുകയാണ് കേട്ടോ. എന്നെ ഒന്ന് തൊട്ട് നോക്ക്, എന്നെ ഒന്ന് തൊട്ട് നോക്കുന്നത്. അമ്മയാണെങ്കിൽ കുട്ടിയാണെങ്കിൽ ഒളിപ്പിച്ചൊക്കെ വയ്ക്കാൻ നോക്കുന്നുണ്ട്. വല്ല വിധേനെ ഹന്ന അതിനെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ മാളുക്കുട്ടിക്ക് ഭയങ്കര ജാടയാണെന്നാണ് പറയുന്നത്. അടുത്തൊന്നും വരത്തില്ല, എടുക്കാൻ ചെന്നാലാണെങ്കിൽ ഓടി ദൂരെ മാറിക്കളയും എന്നൊക്കെ പറഞ്ഞു. വല്ല വിധേനെ ഹന്ന എടുത്ത് എന്നെ കാണിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് അവൾക്ക് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ഇടിക്കാനൊക്കെ പോയി. അങ്ങനെ ഹന്നയാണെങ്കിൽ തിരിച്ച് കൂട്ടിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ താഴോട്ട് വന്നു. അപ്പോൾ നമ്മുടെ തൻസീർ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ എന്നെ കാണുന്നത് ഈ പിള്ളേരെല്ലാം കൂടി ഞാനെന്തോ ഭീകര ജീവിയാണെന്ന് പറയുന്നതൊക്കെ തിരിഞ്ഞ് നിൽക്കുന്ന ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പിള്ളേർ ആരും മുഖം തരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വല്ല പ്രപ്പോസലും മരുവിടാൻ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് തീരിയിടാന്ന്. അങ്ങനെ ഇപ്പോൾ വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നിട്ടോ. അവൻ്റെ സഹോദരിയുടെ മക്കളാണ് ഇവർ രണ്ടൊരു ക്യാമറ കണ്ടതും പിള്ളേരും എല്ലാം കണ്ടുകൊണ്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഹന്നയുടെ ഒരു വിളിയായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പാമ്പ് ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പിൻ്റെ ഉടുപ്പൊക്കെ എടുത്ത് തൻസീർ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മാമി ഇതാണ് ഇതാ ഊരിയിട്ടിട്ടൊക്കെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് അവളുടെ നേരെ തിരിച്ചത് അവളാണെങ്കിൽ പാഞ്ഞു പിടിച്ച ഒരു ഓട്ടം തന്നെ കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാത്തൂൻ്റെ വീട്ടിലോട്ട് ഒന്ന് കുറേ നേരം ഇരുന്നിട്ട് നാത്തൂനും ഞാനും കൂടെ ബസ് സ്റ്റോപ്പിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നിട്ട് നാത്തൂന് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ 100 110 ഞങ്ങൾ അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.